السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب ولجميع المؤمنين والمؤمنات. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ഇന്നലെ നമ്മൾ പറഞ്ഞു അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നബിതങ്ങളിലൂടെ മുഅ്മിനുകളോടും മുഅ്മിനത്തുകളോടും ആഹ്വാനം ചെയ്യുന്ന കാര്യങ്ങൾ, കണ്ണുകളെയും ഫർജുകളെയും സൂക്ഷിക്കണം എന്ന് അല്ലാഹു തആല നബി തങ്ങളിലൂടെ പ്രത്യേകം നമ്മെ ആഹ്വാനം ചെയ്തത് കഴിഞ്ഞ ആയത്തിൽ നമ്മൾ പറഞ്ഞു. ഇനി പറയുന്നത് സ്ത്രീകളുടെ ഔറത്തുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഏതെല്ലാമാണ് സ്ത്രീകളുടെ ഔറത്ത്? ആരുടെ മുമ്പിലെല്ലാം ഔറത്ത് വെളിപ്പെടുത്താം? ആരുടെ മുമ്പിൽ സ്ത്രീകൾ ഔറത്ത് വെളിപ്പെടുത്തിക്കൂടാ? തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി പറയുന്നത്. കിതാബിലേക്ക് നോക്കൂ. വലാ യുബ്ദീന സീനതഹുന്ന. വലാ യുബ്ദീന, സ്ത്രീകൾ വെളിപ്പെടുത്തരുത്. യുൽഹിർന, സ്ത്രീകൾ ലാഹിറാക്കരുത്. സീനതഹുന്ന, അവരുടെ സീനത്തിന്. സീനത്ത് എന്ന് പറഞ്ഞാൽ അഴക്, ഭംഗി എന്നൊക്കെയാണല്ലോ അർത്ഥം. ഇവിടെ അതാണ് അതിന്റെ ശരിയായ ഒറിജിനൽ അർത്ഥമെങ്കിലും അസ്ലിയായ അർത്ഥമെങ്കിലും ഭംഗി കൂട്ടപ്പെടുന്ന, ഭംഗിയാക്കപ്പെടുന്ന, അഴകാക്കപ്പെടുന്ന വസ്തുക്കൾക്കും സീനത്ത് എന്ന് പറയാറുണ്ട്. ശരീരം നമ്മൾ ഭംഗിയായി സൂക്ഷിക്കുന്ന ഒന്നാണ് ശരീരം. ശരീരത്തിന് സീനത്ത് എന്ന് പ്രയോഗിക്കാറുണ്ട്. ഈ ആയത്തിൽ തന്നെ അല്ലാഹു തആല രണ്ടർത്ഥത്തിനും സീനത്തിനും ഉപയോഗിക്കുന്നുണ്ട്. ശരീരം എന്ന അർത്ഥത്തിനും സീനത്ത് പ്രയോഗിക്കുന്നുണ്ട്. ആ ശരീരത്തിന് അഴകായിട്ട് വരുന്ന അഴകുകൾ, ഭംഗികൾ, ആഭരണങ്ങൾ എന്ന അർത്ഥത്തിനും സീനത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ പറയുന്നത് ലായുബുദീന സീനത്തഹുന്ന എന്നതുകൊണ്ട് ശരീരമാണ് ഉദ്ദേശം. ലായുബുദീന, സ്ത്രീകൾ വെളിപ്പെടുത്തരുത്. സീനത്തഹുന്ന, അവരുടെ ശരീരങ്ങളെ വെളിപ്പെടുത്തരുത്. ശരീരത്തെ വെളിപ്പെടുത്തരുത്, ശരീരത്തിന്റെ ഒരു ഭാഗവും വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞിട്ട് ഇസ്തിസ്ന ചെയ്യുകയാണ്. ഇല്ലാ മാ ലഹറ മിൻഹ, ആ ശരീരത്തിൽ നിന്നും സാധാരണ വെളിപ്പെടുന്ന ഒരു അവയവമൊഴികെ. ഇല്ലാമ, ഒന്നൊഴികെ. ലഹറ അത് പ്രത്യക്ഷമായതാണ്. മിൻഹ, ശരീരത്തിൽ നിന്ന് സാധാരണ ലാഹിറായ അവയവമൊഴികെ ബാക്കി ഏതും വെളിപ്പെടുത്തരുത്. വഹുവൽ വജ്ഹു വൽ കഫാനി, ഏതാണ് മാലഹറ? മുഖവും രണ്ട് മുൻകൈയും. അപ്പോൾ ആയത്തിന്റെ അർത്ഥം എന്തായി? സ്ത്രീകള് മുഖവും മുൻകൈയും ഒഴികെ മറ്റ് ശരീരത്തിന്റെ ഒരു ഭാഗത്തെയും വെളിപ്പെടുത്താൻ പാടില്ല. ഈ ആശയപ്രകാരം ഫയജൂസു, അനുവദനീയമാണ്. നൽറുഹു, ഈ ഭാഗങ്ങളിലേക്ക് നോക്കൽ. ലി അജ്നബിയിൻ, അജ്നബിയായ പുരുഷന്മാർക്ക് അനുവദനീയമാണ്. അഥവാ അന്യ സ്ത്രീയുടെ മുഖവും മുൻകൈകളും നോക്കലും കാണലും പുരുഷന്മാർക്ക് അനുവദനീയമാണ്. എപ്പോൾ? ഉപാധിയുണ്ട്. ഇല്ലം യഖഫ് ഫിത്നതൻ, അവൻ സിനയെയോ ശഹ്വത്തിനെയോ ഫിത്നയെയോ ഭയപ്പെട്ടിട്ടില്ലെങ്കിൽ. ആ സ്ത്രീയുടെ മുൻകൈയോ മുഖവോ കാണുമ്പോൾ ഇവനിക്ക് വികാരമിളകുന്നില്ല, മറ്റ് വൈകാരികമായ ചിന്തകളൊന്നും വരുന്നില്ല, ലൈംഗികമായ ചിന്തകളൊന്നും വരുന്നില്ല. അങ്ങനെ വരും എന്ന് പേടിയില്ലെങ്കിൽ അപ്പോൾ കാണാം. ഇതാണ് മസ്അല. ഈ മസ്അല പക്ഷെ പ്രബലമല്ല. ഫി അഹദി വജ്ഹൈനി, ഇവിഷയകമായിട്ട് നമ്മുടെ ഇമാമുമാർക്കുള്ള രണ്ടഭിപ്രായങ്ങളിൽ ഒരഭിപ്രായം അനുസരിച്ച് സ്ത്രീയുടെ മുൻകൈയും മുഖവും കാണാം, നോക്കാം.
വസ്സാനി, രണ്ടാം അഭിപ്രായം. ഈ രണ്ടാമത് പറയുന്ന അഭിപ്രായമാണ് പ്രബലാഭിപ്രായം. യഹ്റുമു, അന്യസ്ത്രീയുടെ മുഖവും മുൻകൈയും നോക്കൽ പുരുഷന്മാർക്ക് ഹറാമാണ്. അതുകൊണ്ട് തന്നെ അന്യപുരുഷന്മാരുടെ ഇടയിൽ അവർ വെളിപ്പെടുത്തലും കുറ്റകരമാണ്. എന്തുകൊണ്ട്? ലി അന്നഹു, ഈ മുൻകൈയും മുഖവും, ഹു എന്നുള്ള ദമീർ മടങ്ങുന്നത് മാലഹറ, അതുകൊണ്ടാണ് മുഫ്രദ് മുദക്കറാക്കിയത്. ലി അന്നഹു, ആ മാലഹറ കൊണ്ട് ഉദ്ദേശം മുൻകൈയും മുഖവും. ലി അന്നഹു, ഈ മുൻകൈയും മുഖവും മലിന്നത്തുൽ ഫിത്നത്തി, ഫിത്ന ഭാവിക്കുന്ന, ഫിത്ന ഉത്ഭവിക്കുന്ന സ്ഥലമാണ്. ലന്ന എന്ന് പറഞ്ഞാൽ വിചാരിച്ചു, ഭാവിച്ചു എന്നൊക്കെയല്ലേ അർത്ഥം. അതിന്റെ ലർഫാണ്, ഇസ്മ മക്കാനാണ്. അപ്പൊ ഫിത്ന ഉണ്ടാവുമെന്ന് വിചാരിക്കപ്പെടുന്ന, മനസ്സിലാക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ്, സ്ഥലമാണ് മുൻകൈയും മുഖവും. അപ്പൊ ഇവനിക്ക് പൊതുവെ നോക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഫിത്നയെയോ ഫാഹിഷത്തുകളെയോ അശ്ലീലങ്ങളെയോ പേടിക്കുന്നില്ലെങ്കിലും പൊതുവെ സ്ത്രീകളുടെ മുഖവും മുൻകൈയും ഫിത്ന ഭയപ്പെടേണ്ട സ്ഥലമാണ്. അതുകൊണ്ട് ഭയപ്പെടേണ്ട അവയവമാണ്. അതുകൊണ്ട് നോക്കൽ ഹറാമാണ്. വറുജ്ജിഹ, ഈ അഭിപ്രായത്തെയാണ് പ്രബലമാക്കപ്പെട്ടിട്ടുള്ളത്. എന്തിന്? ഹസമല്ലിൽ ബാബ്, ഫിത്നയുടെ ഫാഹിഷത്തുകളുടെ കവാടം തന്നെ അടച്ചു കളയാൻ വേണ്ടിയിട്ട്. അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇത് നിഷിദ്ധമാക്കിയിട്ടുള്ളത്. ഒരു സ്ഥലത്തേക്ക് കയറി വരിക കവാടത്തിലൂടെയാണല്ലോ, കവാടത്തിലൂടെയാണ് അങ്ങോട്ട് എത്തുക, വാതിലിലൂടെയാണ് എത്തുക. ഈ ഫിത്നയിലേക്ക് എത്താനുള്ള ഒരു കവാടമാണ് ആദ്യം കാണല്. കാണുമ്പോഴാണ് ആശ തോന്നുക. ആശ തോന്നുമ്പോഴാണ് പിന്നെ ഈ സ്ത്രീയുമായിട്ട് അല്ലെങ്കിൽ സ്ത്രീ പുരുഷനുമായിട്ട് സിനയിൽ അകപ്പെടുക, ഫിത്നയിൽ അകപ്പെടുക. അപ്പോൾ ഈ ഫിത്ന വന്നു ചേരുന്ന കവാടമാണ് കാണല്. ആ കാണുക എന്ന അതിന്റെ പ്രധാനപ്പെട്ട സാഹചര്യം തന്നെ ഇല്ലാതാക്കാൻ, മുളയിലേ നുള്ളാന് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഹസമല്ലിൽ ബാബ്, ഫിത്നയുടെ കവാടം തന്നെ കൊട്ടിയടക്കാൻ വേണ്ടിയിട്ട് ഈ അഭിപ്രായത്തെയാണ് പ്രബലമാക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ മസ്അല, പ്രബലാഭിപ്രായം എന്താണ്? അന്യപുരുഷന്മാരുടെ ഇടയിൽ സ്ത്രീകൾ മുൻകൈയും മുഖവും ഉൾപ്പെടെ ശരീരത്തിന്റെ എല്ലാ ഭാഗവും മറക്കൽ നിർബന്ധമാണ്. എന്നാൽ ദുർബലാഭിപ്രായമാണ് മുൻകൈയും മുഖവും മറക്കേണ്ടതില്ല, നിസ്കാരത്തിലെ പുറത്ത് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം മറച്ചാൽ മതി. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അന്യ സ്ത്രീകളുടെ ശരീരത്തിന്റെ ഏത് ഭാഗമാണെങ്കിലും ശരി നോക്കൽ ഹറാമാണ്. ഫിത്ന ഭയപ്പെട്ടാലും ഇല്ലെങ്കിലും, അഥവാ വികാരങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അന്യ സ്ത്രീയുടെ മുൻകൈ, മുഖം ഉൾപ്പെടെ ഏത് ഭാഗങ്ങളും നോക്കൽ ഹറാമാണ്. ദുർബലാഭിപ്രായ പ്രകാരം മുൻകൈയും മുഖവും നോക്കാം, ബാക്കിയുള്ളത് നോക്കാൻ പാടില്ല. അങ്ങനെ നോക്കാമെന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഫിത്നയെ ഭയപ്പെടാൻ പാടില്ല. മനസ്സിലായല്ലോ? അപ്പോ ഇന്നിപ്പോ ഒരുപാട് സ്ത്രീകൾ അന്യ പുരുഷന്മാരുടെ ഇടയിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ മുൻകൈയും മുഖവും എല്ലാം മറച്ചിട്ട് തന്നെയാണ് ഇറങ്ങാറുള്ളത്. പക്ഷെ അവര് കണ്ണിന്റെ ഭാഗം ഓപ്പണാക്കും. അതുകൂടെ മറച്ചു കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ പറ്റില്ലല്ലോ എന്ന് കരുതിയിട്ട് കണ്ണ് ഓപ്പണാക്കൽ അത്യാവശ്യമായതുകൊണ്ട് ഓപ്പണാക്കുകയാണ്. അപ്പൊ കണ്ണിന്റെ ഭാഗം ചെറിയൊരു ഹോള് കൊടുത്തിട്ട് അതിലൂടെ നോക്കും. ആ നോക്കുമ്പോൾ പുരുഷന്മാരെ നോക്കാൻ പാടില്ല എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. സ്ത്രീകൾ പുരുഷന്മാരെയും പുരുഷന്മാര് സ്ത്രീകളെയും നോക്കാൻ പാടില്ല. ഇനി വൽയദ്രിബ്ന, സ്ത്രീകൾ താഴ്ത്തിയിടട്ടെ, ബിഹുമുരിഹിന്ന, അവരുടെ തട്ടങ്ങളെ, മുഖമക്കനകളെ, അലാ ജുയൂബിഹിന്ന, അവരുടെ മാറിടങ്ങളുടെ മേൽ അവർ താഴ്ത്തിയിടട്ടെ. ഐ, എന്താ ഉദ്ദേശം? യസ്തുർന റഅസ വൽ അഅനാഖ വസ്സുദൂറ ബിൽ മഖാനിർ,
യസ്തുർന സ്ത്രീകൾ മറക്കട്ടെ അർ റുഊസ തലയും വൽ അഅ്നാക അവരുടെ കഴുത്തുകളെയും വസ്സുദൂറ അവരുടെ നെഞ്ചുകളെയും ചെസ്റ്റുകളെയും ഒക്കെ മാറിടങ്ങളെയും എല്ലാം അവർ മറക്കട്ടെ ബിൽ മക്കാനി തട്ടങ്ങളെ കൊണ്ട് ഷാളുകളെ കൊണ്ട് അവർ മറക്കട്ടെ. തലയിൽ മാത്രം ഒരു തട്ടിട്ടാ പോരാ, ആ തട്ടങ്ങളെ കൊണ്ട് കഴുത്തുകളും മാറിടങ്ങളും എല്ലാം മറക്കണം. ദുർബലാഭിപ്രായ പ്രകാരം തന്നെ മുഖവും മുൻകൈയും മാത്രമേ വെളിപ്പെടുത്താൻ പറ്റുള്ളൂ. കഴുത്ത് മുഖത്തിൽപ്പെട്ടതല്ല, അത് കഴുത്തിന്റെ ബാക്ക് ഭാഗവും മുൻഭാഗവും ഒന്നും മുഖത്തിൽപ്പെട്ടതല്ല. അതുപോലെ തന്നെ മാറിടങ്ങൾ, കഴുത്തിന്റെ താഴ്ഭാഗം, നെഞ്ചിന്റെ മുകൾ ഭാഗം അതൊന്നും വെളിപ്പെടുത്താൻ പാടില്ല. അതിലേക്കൊക്കെ ഷാളുകളൊക്കെ താഴ്ത്തിയിടണം, അതൊക്കെ മറക്കണം. ഇനി മാക്സി അതുപോലത്തെ ഡ്രസ്സുകളെ കൊണ്ടൊക്കെ മറഞ്ഞിട്ടുണ്ടെങ്കിലും ഷാളുകളെ കൊണ്ട് മാറിടത്തിന്റെ ഭാഗങ്ങളൊക്കെ മറക്കണം. ഇനി അപ്പോ ഈ ഭാഗങ്ങളൊക്കെ മറക്കണം. മുൻകൈയും മുഖവും വേണമെങ്കിൽ വെളിപ്പെടുത്താം. ദുർബലാഭിപ്രായം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി പറയുന്നത് ഇത് അന്യപുരുഷന്മാരുടെ ഇടയിൽ സ്ത്രീകളുടെ ഔറത്താണ് നമ്മൾ പറഞ്ഞത്. ഇനി അന്യപുരുഷരല്ലാത്ത സ്വന്തക്കാരായ പുരുഷന്മാരുടെ ഇടയിൽ സ്ത്രീകൾക്ക് ശരീരത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങൾ വെളിപ്പെടുത്താം. അപ്പോൾ അത്തരം പുരുഷന്മാർക്ക് ഈ സ്ത്രീയുടെ ശരീരത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങൾ നോക്കാം എന്നതാണ് ഇനി പറയുന്നത്. വലായുബ്ദീന സീനത്തഹുന്ന, വലായുബ്ദീന സ്ത്രീകൾ വെളിപ്പെടുത്തരുത് സീനത്തഹുന്ന അവരുടെ ശരീരഭാഗങ്ങൾ, അൽ ഖഫിയത്ത മറഞ്ഞു നിൽക്കുന്ന ശരീരഭാഗങ്ങൾ, മാലഹറ മിൻഹന്റെ വിപരീതം, ലാഹിറായതല്ല മറഞ്ഞു കിടക്കുന്നത്. അപ്പോൾ ഗോപ്യമായ അവയവങ്ങളെ, ശരീരത്തിന്റെ ഭാഗങ്ങളെ അവർ വെളിപ്പെടുത്തരുത്. ഏതാണ് ഖഫിയായ സീനത്ത് ശരീരഭാഗം? വഹിയ മാഅദൽ വജ്ഹി വൽ കഫൈൻ, മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങൾ. ഈ മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങൾ അവർ വെളിപ്പെടുത്തരുത്. ഇല്ലാ ലിബുഊലതിഹിന്ന അവരുടെ ഭർത്താക്കൾക്ക് വേണ്ടിയിട്ടല്ലാതെ, ഭർത്താക്കളുടെ മുമ്പിലല്ലാതെ അവർ വെളിപ്പെടുത്താൻ പാടില്ല. അപ്പോൾ ഭർത്താക്കന്മാരുടെ മുമ്പിൽ സ്ത്രീകൾക്ക് മുൻകൈയും മുഖവും അല്ലാത്ത മറ്റു ഭാഗങ്ങളും വെളിപ്പെടുത്താം. മനസ്സിലായില്ലേ? ബുഊലത്ത് എന്ന് പറഞ്ഞാൽ ബഅലിന്റെ ജംആണ്, ഉദ്ദേശം സൗജ്. അപ്പൊ ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ടല്ലാതെ മുൻകൈയും മുഖവും ഒഴികെയുള്ള മറ്റ് ഭാഗങ്ങൾ വെളിപ്പെടുത്താൻ പാടില്ല. ഭർത്താക്കന്മാരെ അല്ലാത്തവരോ അന്യപുരുഷന്മാരാണെങ്കിൽ മുൻകൈയും മുഖവും വെളിപ്പെടുത്താം, അതല്ലാത്തൊന്നും വെളിപ്പെടുത്താൻ പാടില്ല. ഭർത്താക്കന്മാർക്ക് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഇവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാം. ഭർത്താവിനിക്ക് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഭാര്യയുടേത് കാണുകയും ചെയ്യാം, നോക്കുകയും ചെയ്യാം. എങ്കിലും ലൈംഗികാവയവങ്ങളിലേക്ക് നോക്കാതിരിക്കലാണ് നല്ലത്, കുറ്റകരമല്ലെങ്കിലും. ഇനി ഔ ആബാഇഹിന്ന, അല്ലെങ്കിൽ അവരുടെ ഉപ്പമാർക്ക് വേണ്ടിയിട്ടല്ലാതെ, ഉപ്പമാരുടെ മുമ്പിലല്ലാതെ അവർ മുൻകൈയും മുഖവും അല്ലാത്ത മറ്റ് ഭാഗങ്ങൾ വെളിപ്പെടുത്താൻ പാടില്ല. ഔ ആബാഇ ബുഊലതിഹിന്ന, അല്ലെങ്കിൽ അവരുടെ അമ്മോശന്മാരുടെ മുമ്പിലല്ലാതെ. ഞങ്ങളെ മലപ്പുറം ജില്ലയിലൊക്കെ സാധാരണ പറയുന്ന ഒരു പേരാണ് അമ്മോശൻ, അതായത് ഭർത്താവിന്റെ ഉപ്പ. ബുഊലത്ത് ഭർത്താക്കന്മാരെന്നാണല്ലോ, ആബാഇ ബുഊലത്ത്. അപ്പൊ ഭർത്താവിന്റെ ഉപ്പമാര് അമ്മോശന്മാര്. അപ്പൊ സ്വന്തം ഉപ്പമാര്, ഭർത്താവിന്റെ ഉപ്പമാര്. ഉപ്പമാര് എന്ന് പറഞ്ഞാൽ ഉപ്പ, ഉപ്പാന്റെ ഉപ്പ, ഉമ്മാന്റെ ഉപ്പ, ഉപ്പാപ്പമാരെല്ലാം പെട്ടു. അവരൊക്കെ നമുക്ക് കാണാനും സ്ത്രീകൾക്ക് കാണാനും തൊടാനും പറ്റുന്ന ആളുകളാ. അവരുടെ മുമ്പിൽ മുൻകൈയും മുഖവും അതല്ലാത്ത ശരീരത്തിന്റെ ഭാഗങ്ങളും വെളിപ്പെടുത്താം. ശരീരത്തിന്റെ മുൻകൈയും മുഖവും അല്ലാത്ത ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ലൈംഗികാവയവങ്ങളൊക്കെ വെളിപ്പെടുത്താം എന്ന് അർത്ഥമില്ല, അതിന് ശേഷം പറയും. ഔ അബ്നാഇഹിന്ന, അല്ലെങ്കിൽ അവരുടെ മക്കളുടെ മുമ്പിൽ അല്ലാതെ അവർ മുൻകൈയും മുഖവും അല്ലാത്ത മറ്റ് ഭാഗങ്ങൾ വെളിപ്പെടുത്തരുത്. ഔ അബ്നാഇഹിന്ന,
ഔ അബ്നാഇ ബുഊലത്തിഹിന്ന, അല്ലെങ്കിൽ ഭർത്താവിന്റെ ആൺമക്കൾക്ക് മുമ്പിലല്ലാതെ വെളിപ്പെടുത്തരുത്. ഭർത്താവിന്റെ ആൺമക്കള് അത് ഈ സ്ത്രീയുടെ കുട്ടിയല്ല, ഭർത്താവിന്റെ കുട്ടിയാണ്. അഥവാ ആ ഭർത്താവ് ഈ സ്ത്രീയെ വിവാഹം ചെയ്യുമ്പോൾ തന്നെ ആ ഭർത്താവിനിക്ക് മറ്റു ഭാര്യയിൽ കുട്ടികളുണ്ട്, അല്ലെങ്കിൽ വിവാഹം ചെയ്യുന്നതിന് മുമ്പോ ഈ പെണ്ണിനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പോ ശേഷം എപ്പോഴായാലും ഈ ഭർത്താവിനിക്ക് വേറെ ഭാര്യയിൽ കുട്ടികളുണ്ടെങ്കിൽ, ആൺകുട്ടികളുണ്ടെങ്കിൽ, ആ ആൺകുട്ടി ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മഹ്റമാണ്. ആ ആൺകുട്ടിയുടെ, ഭർത്താവിന്റെ ആൺകുട്ടിയുടെ മുമ്പിൽ, കുട്ടിയാവണമെന്നില്ല, മകന്റെ മുമ്പിൽ മുൻകൈയും മുഖവും അല്ലാത്ത ശരീരത്തിന്റെ ഭാഗങ്ങൾ വെളിപ്പെടുത്താം. ഇവനിക്ക് നോക്കുകയും ചെയ്യാം. ഇവിടെ നിന്നൊക്കെ മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഭാഗങ്ങൾ ഒഴിവാണ്, ശേഷം പറയും. ഔ ഇഖ്വാനിഹിന്ന, അല്ലെങ്കിൽ ആ സ്ത്രീകൾ അവരുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടല്ലാതെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ വെളിപ്പെടുത്തരുത്, അവരുടെ മുമ്പിലല്ലാതെ എന്നർത്ഥം. ഔ ബനി ഇഖ്വാനിഹിന്ന, അല്ലെങ്കിൽ അവരുടെ സഹോദര പുത്രന്മാര്. ഔ ബനി അഖവാത്തിഹിന്ന, സഹോദരീ പുത്രന്മാര്. ഔ നിസാഇഹിന്ന, അല്ലെങ്കിൽ അവരിൽപ്പെട്ട സ്ത്രീകള്. ഈ പറയപ്പെട്ട ആളുകൾ അല്ലാത്ത മറ്റുള്ള ആളുകളുടെ മുമ്പിൽ, ഒന്ന് രണ്ടെണ്ണം കൂടെ പറയുന്നുണ്ട്, മറ്റുള്ള ആളുകളുടെ മുമ്പിൽ ശരീരത്തിന്റെ മറഞ്ഞു കിടക്കുന്ന ഭാഗങ്ങൾ അഥവാ മുൻകൈയും മുഖവും അല്ലാത്ത ഭാഗങ്ങൾ വെളിപ്പെടുത്താൻ പാടില്ല. അപ്പൊ ആരൊക്കെയായി? ഉപ്പാപ്പമാര്, ഭർത്താവിന്റെ ഉപ്പ, അവരുടെ ഉപ്പമാര്, അതുപോലെ തന്നെ മക്കള്, മക്കളുടെ കൂട്ടത്തിൽ പേരമക്കളും പെട്ടു. നേരെ മോനാവാം, മോന്റെ മോനാവാം, മോളുടെ മോനാവാം. അതുപോലെ തന്നെ ഭർത്താവിന്റെ മക്കള്, സ്വന്തം സഹോദരന്മാര്, ജ്യേഷ്ഠാനുജന്മാര്, അതുപോലെ തന്നെ ഉപ്പാന്റെ ജ്യേഷ്ഠാനുജന്മാര്, ഉമ്മാന്റെ ജ്യേഷ്ഠാനുജന്മാര്, അതൊക്കെ മഹ്റം തന്നെയാണ്. അല്ലെങ്കിൽ ബനി ഇഖ്വാനിഹിന്ന എന്ന് പറഞ്ഞാൽ സഹോദരന്റെ മക്കള്, ജ്യേഷ്ഠന്റെയോ അനുജന്റെയോ ആൺമക്കള് ഈ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം മഹ്റമാണ്. ആ മകന് ഈ പെണ്ണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന ഭാഷയിൽ അമ്മായിയാണ്. ഔ ബനി അഖവാത്തിഹിന്ന, അല്ലെങ്കിൽ സഹോദരിയുടെ ആൺമക്കള്, ജ്യേഷ്ഠത്തിയുടെയും അനിയത്തിയുടെയും മക്കള്, അതുപോലെ ഉപ്പാന്റെ സഹോദരിയുടെ മക്കള്, ഉമ്മയുടെ സഹോദരിയുടെ മക്കള്. ഔ നിസാഇഹിന്ന, അല്ലെങ്കിൽ അവരുടെ സ്ത്രീകൾ അഥവാ മുസ്ലിം സ്ത്രീകൾ. ഈ ആളുകൾക്ക് അല്ലാതെ, ഇവരുടെ മുമ്പിലല്ലാതെ ഈ സ്ത്രീകൾ അവരുടെ മുൻകൈയും മുഖവും ഒഴികെയുള്ള സീനത്തിന് വെളിപ്പെടുത്തരുത്. ഔ മാ മലക്കത്ത് ഐമാനുഹുന്ന, അല്ലെങ്കിൽ അവർ ഉടമയാക്കിയ അടിമകൾക്ക് മുമ്പിലല്ലാതെ വെളിപ്പെടുത്താൻ പാടില്ല. അപ്പൊ സ്ത്രീകള് കാശ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ അനന്തരമായിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ സ്ത്രീകൾക്ക് അടിമ പുരുഷന്മാരുണ്ട്, അടിമകളുണ്ട് അവരുടെ ഉടമയിൽ, എങ്കിൽ ആ അടിമയുടെ മുമ്പിൽ ശരീരം മുഴുവൻ മറക്കേണ്ട ആവശ്യമില്ല. മുൻകൈയും മുഖവും ഒഴികെയുള്ള, മുൻകൈയും മുഖവും അല്ലാത്ത മറ്റു ഭാഗങ്ങൾ തന്നെ വെളിപ്പെടുത്താം. ഫയജൂസു ലഹും, അപ്പോൾ ഈ പറയപ്പെട്ട ആണുങ്ങൾക്കെല്ലാം അനുവദനീയമാണ് നെൽറുഹു, മുഖവും മുൻകൈയും അല്ലാത്ത ഭാഗങ്ങൾ നോക്കാം. ഹു എന്ന് പറഞ്ഞാൽ സീനത്ത്, ഖഫിയായ സീനത്ത്, അഥവാ മാ അദൽ വജ്ഹ് വൽ കഫൈൻ. വജ്ഹ് കഫൈൻ അല്ലാത്തത് എന്ന് പറഞ്ഞ ആ മായിലേക്കാണ് നെൽറുഹു എന്ന ലമീർ മടങ്ങുന്നത്. അപ്പോൾ മുൻകൈയും മുഖവും അല്ലാത്ത ഭാഗങ്ങളെ നോക്കാം. അല്ലാത്ത ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ബാക്കി എല്ലാ ഭാഗങ്ങളും പെട്ടല്ലോ, പക്ഷെ എല്ലാ ഭാഗങ്ങളും പറ്റില്ല. അതിന് ഇസ്തിസ്ന ചെയ്യുകയാണ്. ഇല്ലാ മാ ബൈന സുറ വറുക്ബ, ഇല്ലാ മാ ബൈന സുറത്തി വറുക്ബ, മുട്ടിന്റെയും കാൽമുട്ടിന്റെയും പൊക്കിളിന്റെയും ഇടയിലുള്ള ഒരു ഭാഗം ഒഴികെ ബാക്കി എല്ലാ ഭാഗങ്ങളും പുരുഷന്മാർക്ക്, ഈ പറയപ്പെട്ട പുരുഷന്മാർക്ക് സ്ത്രീകളുടേത് നോക്കാം. സ്ത്രീകൾക്കോ ഈ പറയപ്പെട്ട പുരുഷന്മാരുടെ മുമ്പിൽ അത് വെളിപ്പെടുത്തുകയും ചെയ്യാം. നോക്കണം, വെളിപ്പെടുത്തണം എന്നൊന്നുമല്ല പറയുന്നത്, നോക്കാം, ഔറത്തല്ല. ഫയഹ്റുമു നളുറുഹു, അപ്പോൾ മാ ബൈന സുറ വറുക്ബ എന്നത് നോക്കൽ ഹറാമാണ്. ലിഗൈരിൽ അസ്വാജി, ഭർത്താക്കന്മാരല്ലാത്ത ആളുകൾക്ക് മുട്ട് പൊക്കിളിന്റെ ഇടയിലുള്ള ഭാഗം അല്ലാത്ത ഭാഗങ്ങൾ, മുട്ടുപൊക്കലിന്റെ ഇടയിലുള്ള ഭാഗങ്ങൾ നോക്കൽ ഭർത്താക്കന്മാരല്ലാത്ത ആളുകൾക്ക് നിഷിദ്ധമാണ്. മനസ്സിലായില്ലേ? വഖറജ ബിനിസാഇഹിന്ന ഔ ബനി അഖവാത്തിഹിന്ന ഔ നിസാഇഹിന്ന, മുഅ്മിനായ സ്ത്രീകളുടെ പെണ്ണുങ്ങൾ. ഹിന്ന എന്ന് പറഞ്ഞാൽ മുഅ്മിനാത്തിലേക്കുള്ള ഹിന്ന എന്ന ലമീർ.
നിസാഇഹിന്ന എന്ന് പറഞ്ഞാൽ മുഅ്മിനത്തായ സ്ത്രീകളുടെ പെണ്ണുങ്ങൾ, സ്ത്രീകൾ എന്നാണ് അർത്ഥം. അതാണ് എന്താണ് ഉദ്ദേശിക്കുന്നത്? മുസ്ലിം സ്ത്രീകൾ. അതാണ് മുഫസ്സിർ റഹ്മത്തുള്ളാഹി പറയുന്നത് വഖറജ ബിനിസാഇഹിന്ന. നിസാഇഹിന്ന എന്ന് പറഞ്ഞത് കൊണ്ട് പുറത്തുപോയി അൽ കാഫിറാത്തു, കാഫിറത്തായ സ്ത്രീകൾ പുറത്തുപോയി. മുസ്ലിം സ്ത്രീകൾക്ക് മുമ്പിലാണ് മുട്ടുപൊക്കിളിന്റെ അടിയിലുള്ള ഭാഗങ്ങളല്ലാത്ത മറ്റ് ഭാഗങ്ങൾ വെളിപ്പെടുത്താമെന്ന് പറഞ്ഞത്. കാഫിറത്തായ സ്ത്രീകൾക്ക് മുമ്പിൽ ഈ ഭാഗങ്ങൾ വെളിപ്പെടുത്താൻ പാടില്ല. ഫലായ ജൂസു, കാഫിറാത്തുകൾ പുറത്തുപോയി എന്ന് പറയുമ്പോൾ എന്ന് വെക്കുമ്പോൾ ഫലായ ജൂസു അനുവദനീയമല്ല. ലിൽ മുസ്ലിമാത്തി, മുസ്ലിമത്തുകളായ സ്ത്രീകൾക്ക് അനുവദനീയമല്ല. അൽ കശ്ഫു ലഹുന്ന, കാഫിറാത്തുകൾക്ക് വേണ്ടി അവരിലേക്ക് വെളിവാവൽ അനുവദനീയമല്ല. ഈ മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങൾ ഇവർക്ക് വെളിവാക്കി കൊടുക്കൽ അനുവദനീയമല്ല. മനസ്സിലായില്ലേ? സ്ത്രീയല്ലേ എന്ന് കരുതിയിട്ട്, കാഫിറത്തായ ഒരു സ്ത്രീയാണല്ലോ, പുരുഷനല്ലല്ലോ എന്ന് കരുതി കാഫിറത്തായ സ്ത്രീയുടെ മുമ്പിൽ മുസ്ലിം സ്ത്രീകള് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും അല്ലെങ്കിൽ മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ളതൊഴികെയുള്ള ഭാഗങ്ങളൊന്നും, അതിൽപ്പെട്ട എല്ലാ ഭാഗങ്ങളും വെളിപ്പെടുത്താൻ പാടില്ല. അവിടെ നിയമം കാഫിറത്തായ സ്ത്രീകളുടെ മുമ്പിൽ മുസ്ലിം സ്ത്രീകൾക്ക് വെളിപ്പെടുത്തൽ അനുവദനീയമായ ഭാഗം സാധാരണ സ്ത്രീകൾ വീട്ടുജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് വെളിപ്പെടുന്ന ഭാഗങ്ങൾ കാഫിറത്തായ സ്ത്രീകളുടെ മുമ്പിൽ വെളിപ്പെടുത്താം. അപ്പോൾ കൈയൊന്നൊരു ഫുൾ കൈയുള്ള ഡ്രസ്സൊന്നും ചിലപ്പോൾ ധരിക്കണമെന്നില്ല. വീട്ടിൽ മറ്റാളുകളൊന്നുമില്ല, അന്യപുരുഷന്മാരൊന്നുമില്ലെങ്കിൽ ഒരുപക്ഷെ തട്ടം സ്ത്രീകൾ ധരിക്കില്ല. കാല് മൊത്തം മറക്കില്ല, മാക്സിക്കൊന്ന് ഒന്നും കയറ്റി കുത്തുമല്ലോ, അതിന് പ്രത്യേക ഒരു ഭാഷയൊക്കെ ഉണ്ട്. പുരുഷന്മാര് തുണി മടക്കി കുത്തില്ലേ, അതിന് പകരം സ്ത്രീകള് മാക്സി കുറച്ച് വലിച്ച് മേലേക്ക് പൊന്തിച്ചിട്ട് അരയുടെ അവിടെ ഒന്ന് തിരികെ വെക്കുമല്ലോ. അപ്പോൾ ഏകദേശം മുട്ടിന്റെ ഞെരിയാണിന്റെ ഒക്കെ ഇടയിലുള്ള ആ ഭാഗം, അതൊക്കെ സാധാരണ ജോലിയുടെ സമയത്ത് വെളിപ്പെടുന്ന ഭാഗങ്ങളാണ്. ഈ ഭാഗങ്ങളൊക്കെ വെളിപ്പെടുത്താം. അപ്പോൾ കഴുത്ത്, മുഖം, തല, കൈമുട്ടിന്റെ താഴ്ഭാഗം, കാൽമുട്ടിന്റെ താഴ്ഭാഗം, ഇത്രയും ഭാഗങ്ങളൊക്കെ മാത്രമേ കാഫിറത്തായ സ്ത്രീയുടെ മുമ്പിൽ മുസ്ലിം സ്ത്രീ വെളിപ്പെടുത്താവൂ. മനസ്സിലായില്ലേ? മാമലക്കത്ത് ഐമാനുഹുന്ന എന്ന് നേരത്തെ പറഞ്ഞു. വശമില മാമലക്കത്ത് ഐമാനുഹുന്ന, ഈ സ്ത്രീകൾ ഉടമയാക്കിയത്, സ്ത്രീകളുടെ ഐമാൻ പറഞ്ഞ വലങ്കൈകൾ ഉടമയാക്കിയത്. വലങ്കൈ കൊണ്ടാണല്ലോ സാധാരണ വാങ്ങുക എന്നുള്ള അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. അഥവാ അവരുടെ ഉടമസ്ഥതയിലുള്ള ഒന്ന് എന്ന് പറഞ്ഞത് ഉൾക്കൊള്ളിക്കുന്നുണ്ട് അൽ അബീദ, അടിമകളെയും. അബുദ് എന്ന് പറഞ്ഞാൽ പുരുഷനായ അടിമ, അമത്ത് എന്ന് പറഞ്ഞാൽ അടിമ സ്ത്രീ. അപ്പൊ പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ തന്റെ ഉടമസ്ഥതയിലുള്ളവരാണെങ്കിൽ അവന്റെ മുമ്പിൽ അല്ലെങ്കിൽ അവളുടെ മുമ്പിൽ മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള ഭാഗങ്ങളല്ലാത്ത ഭാഗങ്ങളൊക്കെ സ്ത്രീക്ക് വെളിപ്പെടുത്താം. മനസ്സിലായില്ലേ? ഇനി ഒന്ന് രണ്ട് ആളുകളും കൂടെ ഒഴിവാക്കുകയാണ്. അവിത്താബിഈന വൈരി ഉലിൽ ഇർബത്തി മിനർ റിജാൽ, അല്ലെങ്കിൽ അവിത്താബിഈന സ്ത്രീകളെ പിൻപറ്റുന്ന ആളുകൾ, അവർക്ക് മുമ്പിലും അല്ലാതെ ശരീരത്തിന്റെ മറഞ്ഞു കിടക്കുന്ന ഭാഗങ്ങളൊന്നും വെളിപ്പെടുത്തരുത്, ഇവർക്ക് മുമ്പിലും വെളിപ്പെടുത്താം. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശം? അവിത്താബിഈന ഫീ ഫുളൂരി ത്വഅമി, ഭക്ഷണങ്ങൾ കിട്ടാനോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് സ്ത്രീകളെ കൂടെ നടക്കുന്ന ആളുകൾ ഉണ്ടാവും, നല്ല ബുദ്ധിയൊന്നും ഇല്ലാത്ത ആളുകൾ. അതാ ഇനി പറയുന്നത് വൈരി ഉലിൽ ഇർബത്തി, അവർക്ക് ഇർബത്ത് ആവശ്യം, സ്ത്രീകളിലേക്ക് പുരുഷനുണ്ടാകുന്ന ആവശ്യം അഥവാ ലൈംഗിക ആവശ്യം, ആ ആവശ്യങ്ങളൊന്നുമില്ലാത്ത വൈരി ഉലിൽ ഇർബത്തുടയവനല്ലാത്ത സ്ത്രീകളുമായി ചുറ്റിപ്പറ്റി നടക്കുന്ന മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മിനർ റിജാൽ, പുരുഷന്മാരിൽ നിന്ന്, പുരുഷന് തന്നെയാണ്, ആ പുരുഷന്മാരിൽ നിന്ന് സ്ത്രീകളിലേക്ക് ലൈംഗികാവശ്യങ്ങളൊന്നും ഇല്ലാത്ത, അതിൻ്റെ ചിന്തകളോ താല്പര്യങ്ങളോ അതിനെക്കുറിച്ച് ആലോചിക്കാനുള്ള ബുദ്ധിയോ ഒന്നും ഇല്ലാത്ത ആളുകളാണ് ഇവിടെ ഉദ്ദേശം. അപ്പം മന്ദബുദ്ധികളായ ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് എന്താണ് ലൈംഗികത,
എന്താണ് വികാരം, ഇതൊന്നും അറിയാത്ത അത്ര ബുദ്ധിയില്ലാത്ത ആളുകൾ, അവരാണ് ഇവിടെ ഉദ്ദേശം. അത് അന്യനാണെങ്കിലും അത്തരം ആളുകളുടെ മുമ്പിലൊക്കെ വേണമെങ്കിൽ ശരീരത്തിൻ്റെ അവയവങ്ങൾ വെളിപ്പെടുത്താം. അബി താബീന വൈരി ബിൽ ജർരി സിഫത്താണ് താബീനക്ക്, വൻ നസ്ബി വൈറ എന്നും ഖിറാഅത്തുണ്ട്. അപ്പൊ ഇസ്തിസ്നയാണ്. ഉലിൽ ഇർബത്തി എന്ന് പറഞ്ഞാൽ അസ്ഹാബിൽ ഹാജത്തി ഇലൻ നിസാ, സ്ത്രീകളിലേക്ക് ആവശ്യം ഉള്ളവൻ എന്നാണ് ഉലിൽ ഇർബ. അതിനെ വയറ് കൊടുത്തപ്പോൾ സ്ത്രീകളിലേക്ക് ആവശ്യമില്ലാത്ത, ഇപ്പോൾ സ്ത്രീകളുമായിട്ട് ലൈംഗിക ബന്ധത്തിന്റെ ചിന്തയോ അതിനെക്കുറിച്ചുള്ള അറിവോ അങ്ങനെ ഒരു ബോധമോ ബുദ്ധിയോ ഒന്നും ഇല്ലാത്ത മിനർ റിജാൽ പുരുഷന്മാരിൽപ്പെട്ട താബീങ്ങളായ ആളുകളുടെ മുമ്പിലും ഒഴികെ അവരുടെ മുമ്പിലും വെളിപ്പെടുത്താം. അതെങ്ങനെയാണ് അവർക്ക് അങ്ങനെ താല്പര്യം ഇതൊന്നും ഇല്ലാത്തതിന്റെ പല തഫ്സീറുണ്ട്. ആരാണ് ഇവിടെ ഉദ്ദേശം വന്നത്? ബുദ്ധിയില്ലാത്ത, തീരെ ബുദ്ധിയില്ലാത്ത ആളുകളാണ്. അല്ലെങ്കിൽ മറ്റൊരു അഭിപ്രായം മുഫസ്സിറഹ്മത്തുള്ളാഹി പറയുന്നു, ബിയല്ലം യന്തശിർ ദക്കറു കുല്ലിൻ, ഈ പറയപ്പെട്ട ആളുകളുടെ ദക്കർ ലൈംഗികാവയവം മുന്തശിറാവാതിരിക്കൽ കൊണ്ട്, ഉദ്ധരിക്കാറില്ല. അവരുടെ ലൈംഗികാവയവം ഉദ്ധാരണശേഷി നഷ്ടപ്പെട്ടതാണ്. അതുകൊണ്ട് അവർക്ക് ശഹവത്തൊന്നും ഇല്ല. അങ്ങനത്തെ ആളുകൾ, അതിനെക്കുറിച്ചുള്ള ചിന്തയോ ആ താല്പര്യമോ ഒന്നുമില്ലാത്ത ആളുകൾ. അവിത്തിഫ്ലി ബിമാനൽ അത്ഫാൽ, തിഫ്ല് അത്ഫാലിന്റെ മാനാക്കാണ് കുട്ടികൾ. അപ്പൊ കുട്ടികളിൽ നിന്ന് അല്ലെങ്കിൽ പുരുഷന്മാരിൽ നിന്ന് ലൈംഗികാവശ്യങ്ങളും താല്പര്യങ്ങളും ഒന്നും ഇല്ലാത്ത, അതിന്റെ പ്രായമൊന്നും ആവാത്ത, അല്ലെങ്കിൽ പ്രായമൊക്കെ ആയിട്ടുണ്ട് ആ ചിന്തകളും അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇല്ലാത്ത, എന്നാൽ സ്ത്രീകളുടെ കൂടെ ഭക്ഷണത്തിനും മറ്റൊക്കെ സ്ത്രീകൾ കൊണ്ട് നടക്കുന്നതായ ആളുകളുണ്ടാവും. ആ ആളുകളുടെ മുമ്പിലും സ്ത്രീകൾക്ക് മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള ഭാഗങ്ങൾ ഒഴികെയുള്ള ഭാഗങ്ങൾ വെളിപ്പെടുത്താം. അപ്പോൾ അന്യ ഒരുത്തന്റെ ചെറിയ കുട്ടിയാണ്, ആ കുട്ടിയെ കാണാം, തൊടാൻ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒരു 20 വയസ്സോ 30 വയസ്സായ ഒരുത്തനാണ്, പക്ഷെ അവന് മന്ദബുദ്ധിക്കാരനാണ്. സ്ത്രീകളെ ലൈംഗികമായിട്ട് എങ്ങനെ ഉപയോഗിക്കുക, ലൈംഗികത എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊന്നും അവനിക്കറിയില്ല. അവന് ലൈംഗികാവയവം മലമൂത്ര വിസർജനത്തിനുള്ള ഒരു അവയവം, മൂത്രമൊഴിക്കാനുള്ള അവയവമായിട്ടാണ് അവൻ കാണുന്നത്. അതിന്റെ മറ്റൊരു ഉപയോഗം അവനിക്കറിയില്ല. അങ്ങനത്തെ ആളുകൾ അവരുടെ മുമ്പിൽ വേണമെങ്കിൽ വെളിപ്പെടുത്താം. അതിന്റെ വിശദീകരണം തന്നെ, അല്ലദീന, എങ്ങനത്തെ കുട്ടികൾ, ലം യൽഹറു, അവര് വെളിവാവുകയില്ല, ലം യത്വലിഉ, അവര് വെളിവാവുകയില്ല, നോക്കുകയില്ല, അലാ ഔറാത്തിൻ നിസാ, സ്ത്രീകളുടെ ഔറത്തുകളുടെ മേൽ വെളിവാവുകയില്ല, ലിൽ ജിമാഇ, ജിമാഇന് വേണ്ടിയിട്ട് അവർ സ്ത്രീകളുടെ ഔറത്ത് നോക്കുകയില്ല, കാണൂല, ജിമാഇ ചെയ്യാൻ വരികയില്ല, അതിനെക്കുറിച്ച് അറിയൂല. അങ്ങനത്തെ കുട്ടികള് ഇവരുടെ മേലൊക്കെ വെളിപ്പെടുത്താം. ഫയജൂസു, അനുവദനീയമാണ്, അയ്യുബുദീന, സ്ത്രീകൾ വെളിപ്പെടുത്തൽ, ലഹും, ഇവർക്ക് മുമ്പിൽ വെളിപ്പെടുത്താം, മാഅദാമാ ബൈന സുറ വർ റുക്ബ, മുട്ടുപൊക്കലിന്റെ ഇടയിൽ ഉള്ള ഒരു ഭാഗങ്ങളല്ലാത്ത മറ്റ് ഭാഗങ്ങളൊക്കെ ഇവരുടെ മുമ്പിൽ വെളിപ്പെടുത്താം. മനസ്സിലായല്ലോ? അപ്പൊ ആകത്തുക ഇപ്പൊ എന്തായി? സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ ഔറത്ത് അന്യപുരുഷന്മാരുടെ ഇടയിൽ ശരീരം മുഴുവനും ആണ് എന്നാണ് മസ്അല. ഈ ആയത്തിൽ പറയുന്ന പ്രകാരം ഒരു ദുർബലാഭിപ്രായമുണ്ട്. ഈ ആയത്തിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ടിട്ട് ഒരു ദുർബലാഭിപ്രായം, എല്ലാ ആയത്തുകളും ഹദീസുകളും മറ്റു പ്രമാണങ്ങളും എല്ലാം സംയോജിപ്പിച്ചിട്ടാണ് പ്രബലാഭിപ്രായം തീരുമാനിക്കുക മുജ്തഹിദീങ്ങളായ ഇമാമുമാര്. അങ്ങനെ അവർ തീരുമാനിച്ചതാണ് ശരീരം മുഴുവനും സ്ത്രീകൾ മറക്കണം, ശരീരത്തിന്റെ ഒരു ഭാഗം പോലും അന്യപുരുഷൻ നോക്കാൻ പാടില്ല എന്ന്. എന്നാൽ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ദുർബലാഭിപ്രായമുണ്ട്. ആ അഭിപ്രായമാണ് മുൻകൈയും മുഖവും ഒഴികെ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം അന്യപുരുഷന്റെ മുമ്പിൽ ഔറത്താണ്, നിസ്കാരത്തിലെ ഔറത്ത് എന്നർത്ഥം. ഇനി ഭർത്താക്കന്മാരുടെ മുമ്പിൽ സ്ത്രീകളുടെ ഔറത്ത് ഒന്നുമില്ല, ഔറത്തായിട്ടൊന്നുമില്ല, മറക്കൽ നിർബന്ധമായ ഒരു ഭാഗവുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പൂർണ്ണമായിട്ടും കാണാം, കുറ്റമില്ല എങ്കിലും ലൈംഗികാവയവങ്ങൾ കാണാതിരിക്കലാണ് ഉചിതം. ഇനി മഹ്റമായ പുരുഷന്മാര്, അതുപോലെ കുട്ടികള്, നേരത്തെ പറഞ്ഞ താബീങ്ങളായ ആ ആളുകള്, ഇത്തരം ആളുകളുടെ ഇടയിലും മുസ്ലിം സ്ത്രീകളുടെ ഇടയിലും സ്ത്രീയുടെ ഔറത്ത് മുട്ട് പൊക്കിളിന്റെ ഇടയിലുള്ള ഭാഗങ്ങളാണ്. അത് മാത്രമേ മറക്കേണ്ടതുള്ളൂ. ബാക്കിയുള്ള ഭാഗങ്ങൾ മറക്കൽ നിർബന്ധമില്ല. ഇനി കാഫിറത്തായ സ്ത്രീകളുടെ ഇടയിൽ
അവരുടെ കൂടെ കൂടുമ്പോൾ അവർക്ക് മുമ്പിൽ മുസ്ലിം സ്ത്രീയുടെ ഔറത്ത് സാധാരണ ജോലിയുടെ സമയത്ത് വെളിപ്പെടുന്ന ഭാഗങ്ങൾ ഒഴികെയുള്ള ഭാഗങ്ങളാണ് അവരുടെ ഇടയിൽ ഔറത്ത്. മനസ്സിലായല്ലോ? അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത വീട്ടിലൊക്കെ കാഫിറത്തായ സ്ത്രീകളൊക്കെ ഉണ്ടാവുമ്പോൾ സ്ത്രീകള്, നമ്മളെ മുസ്ലിം സ്ത്രീകള്, നമ്മുടെ അക്കാദമിയിലെ പഠിക്കുന്ന സ്ത്രീകള് പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് മുലയൂട്ടുന്ന സമയത്തായിരിക്കും അടുത്ത വീട്ടിലെ കാഫിറത്തായ സ്ത്രീ കയറി വരുന്നത്. അതൊരു പെണ്ണാണല്ലോ എന്നുള്ളവർക്ക് നിങ്ങൾ അവരുടെ മുമ്പിൽ ഇരുന്ന് കുഞ്ഞിന് മുലയൂട്ടരുത്. ഈ കാഫിറത്തായ സ്ത്രീയുടെ മുമ്പിൽ മറക്കേണ്ട ശരീരഭാഗമാണ്, അത് വെളിപ്പെടുത്താൻ പാടില്ല. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അല്ലാഹു തആല പറയുന്നത് വലായദ്രിബ്ന ബി അർജുലിഹിന്ന, വലായദ്രിബ്ന സ്ത്രീകൾ അടിക്കരുത്, ബി അർജുലിഹിന്ന അവരുടെ കാലുകളെ കൊണ്ട്. കാലുകളൊക്കെ ഇങ്ങനെ കുറച്ച് ഉച്ചത്തില് ശക്തിയിൽ നിലത്ത് ചവിട്ട. കാലുകൊണ്ട് അടിക്കുക എന്ന് പറഞ്ഞാൽ ഉച്ചത്തില് ഒരു ശക്തിയിൽ ചവിട്ട. എന്തിന്? ലിയുലമ അറിയപ്പെടാൻ വേണ്ടി, മായുഖ്ഫീന അവര് മറച്ചു വെച്ച ഒന്നെന്ത്? അവരുടെ ഡ്രസ്സുകളുടെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന മറച്ചു വെച്ച ഒന്ന്. ആ ഒന്നെന്താ? മിൻ സീനത്തിഹിന്ന അവരുടെ ആഭരണങ്ങൾ. അപ്പൊ കാലിലൊക്കെ കെട്ടിയിട്ടുള്ള ആഭരണങ്ങൾ ഡ്രസ്സിന്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും. ആ ആഭരണങ്ങളൊക്കെ, എനിക്ക് ആഭരണങ്ങൾ ഉണ്ട്, പാദസ്വരം ഉണ്ട് എന്നൊക്കെ, മിൻ ഖൽഖാലിൻ യുഖഅഖിഉ ശബ്ദിക്കുന്ന കിലുങ്ങുന്ന ഖൽഖാല് പാദസ്വരം. അപ്പൊ ഇങ്ങനെയുള്ള പാദസ്വരങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആഭരണങ്ങളൊക്കെ ഡ്രസ്സിന്റെ അകത്തുണ്ട്. അതുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി ലിയുലമ അത് അറിയിച്ചു കൊടുക്കപ്പെടാൻ വേണ്ടിയിട്ട് ഒന്ന് കുലുങ്ങിയിട്ടും ശക്തിയായ രീതിയിലൊക്കെ ചാടുന്ന രീതിയിലൊക്കെ നടക്കുക. ഇതൊന്നും ചെയ്യരുത്. അപ്പൊ സ്ത്രീകൾ നല്ല അടക്കത്തിലും ഒതുക്കത്തിലും നടക്കുക. വ തൂബു ഇലല്ലാഹ്, മുഅ്മിനീങ്ങളെ, പുരുഷന്മാരെയാണ് അഭിസംബോധന. തൂബു, സ്ത്രീകളോടാണെങ്കിൽ തുബിന എന്നാണല്ലോ പറയാ. തൂബു മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളും ഉദ്ദേശമുണ്ട്. നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങുക. ഇലല്ലാഹി അല്ലാഹുവിലേക്ക് ജമീഅൻ എല്ലാവരും അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക. അയ്യുഹൽ മുഅ്മിനൂൻ മുഅ്മിനീങ്ങളെ, മിമ്മാ വഖഅലക്കും മിനൻ നദ്രിൽ മംനൂഇ മിൻഹു വിലക്കപ്പെട്ടതായ ശരീരഭാഗങ്ങൾ ഏതെല്ലാം നിങ്ങൾ നോക്കിയിട്ടുണ്ടോ, അങ്ങനെ ആ നോക്കൽ നിങ്ങളിൽ നിന്നും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തൊട്ടൊക്കെ നിങ്ങൾ പശ്ചാത്തപിക്കുക. മിമ്മ ഒന്നിനെ തൊട്ട്, ഒരു തെറ്റിനെ തൊട്ട്. വഖഅലക്കും നിങ്ങൾക്കത് സംഭവിച്ചു പോയി. ഏതാണ് ആ തെറ്റ്? മിനൻ നദ്രിൽ മംനൂഇ മിൻഹു ഈ പറയപ്പെട്ടതിൽ നിന്നും വിലക്കപ്പെട്ടതായ നോട്ടം. വമിൻ ഗൈരിഹി അതല്ലെങ്കിൽ മറ്റ് ഹറാമുകൾ, നോട്ടമല്ലാത്ത കാര്യങ്ങൾ. ഇങ്ങനെയുള്ള എന്തെല്ലാം തെറ്റുകൾ നിങ്ങളിൽ വന്നിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾ അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങണം, തൗബ ചെയ്യണം. ലഅല്ലക്കും എന്തിന്? അങ്ങനെ തൗബ ചെയ്താൽ ലഅല്ലക്കും നിങ്ങളായേക്കാം, തുഫ്ലിഹൂന തൻജൂന നിങ്ങൾ മുഫ്ലിഹീങ്ങളായേക്കാം, നാജീങ്ങളായേക്കാം, രക്ഷപ്പെട്ടേക്കാം, മിൻ ദാലിക ആ തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ മോചിതരായേക്കാം. ലി കബൂലി തൗബത്തി മിൻഹു അള്ളാഹുവിൽ നിന്നും തൗബ സ്വീകരിക്കുക എന്നതുണ്ടാവുമ്പോൾ നിങ്ങൾ രക്ഷപ്പെട്ടേക്കാം. വഫിൽ ആയത്തി ഈ ആയത്തിലുണ്ട് തഗ്ലീബു ദുകൂരി അലൽ ഇനാസി സ്ത്രീകളെക്കാളും പുരുഷന്മാരെ തഗ്ലീബാക്കലുണ്ട്. എവിടെ? തൂബു ഇലല്ലാഹി അയ്യുഹൽ മുഅ്മിനൂൻ. ഇത് മുദക്കറിനോടാണ് പറഞ്ഞത്. ഖിതാബൊക്കെ പദങ്ങളൊക്കെ മുദക്കറിന്റെ പദങ്ങളാണെങ്കിലും മുഅന്നസും ഉദ്ദേശമുണ്ട്. രണ്ടു കൂട്ടരെയും കൂടി ഉദ്ദേശിച്ചിട്ട് മുദക്കറിന്റെ സിയകൾ ഉപയോഗിച്ചതാണ്. നമ്മുടെ വിദ്യാർത്ഥിനികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾ അവരുടെ ഉത്തരവാദിത്തത്തിലുള്ള ഭാര്യമാര്, അവരുടെ കസ്റ്റഡിയിലുള്ള മക്കള്, അവരുടെ കാര്യങ്ങളും ശ്രദ്ധിക്കുക. ഔറത്തിന്റെ കാര്യങ്ങൾ, ഔറത്ത് വെളിപ്പെടുത്തുന്ന വിഷയത്തിലൊന്നും ഇന്നൊരു നിയന്ത്രണവും ഇല്ല. അത് സ്കൂളിൽ പോകാനാണെങ്കിലും ശരി, സ്കൂളിന്റെ ആവശ്യത്തിനാണെങ്കിലും ചികിത്സക്കാണെങ്കിലും മറ്റുള്ള കാര്യങ്ങൾക്കാണെങ്കിലും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. സാന്ദർഭികമായിട്ടൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാം മറച്ചിട്ടുണ്ട്. അന്യ പുരുഷന്റെ ഇടയിൽ മറക്കേണ്ടതെല്ലാം ശരീരം മൊത്തം മറച്ചിട്ട് ഒരു സ്ത്രീ ഇറങ്ങുകയാണെങ്കിലും ഇഖ്തിലാത്തുർ റിജാലി വന്നിസാ അതും കുറ്റാണ്. സ്ത്രീയും പുരുഷനും ഇടകലരുക അതും കുറ്റമാണ്. അപ്പൊ ഇന്നത്തെ സാഹചര്യങ്ങളിലൊക്കെ പരമാവധി സ്ത്രീകള് ടൗണുകളിലേക്കും മറ്റൊക്കെ ഇറങ്ങാതിരിക്കലാണ് ഉചിതം. നിർബന്ധമാവുമ്പോൾ മാത്രം ഇറങ്ങുക, അത്യാവശ്യമില്ലെങ്കിൽ പോവാതിരിക്കുക. ഇതാണ് നല്ലത്. ആഖിറത്തിലേക്ക് നല്ലത് അതാണ്. ശരീരം മൊത്തം മറച്ചിട്ടുണ്ടല്ലോ, കൂടെ മെഹറമായ ആളുണ്ടല്ലോ യാത്രക്ക് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ ഉണ്ടാവാമെങ്കിലും സ്ത്രീ പുരുഷ സങ്കലനം ടൗണുകളിലും
ഓഡിറ്റോറിയങ്ങളിലും ഹോസ്പിറ്റലുകളിലും ഷോപ്പിംഗ് മാളുകളിലും കല്യാണ വീടുകളിലും ഒക്കെ സംഭവിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളെ വീട്ടിലെ പരിപാടികളൊക്കെ നടത്തുമ്പോൾ സ്ത്രീകൾക്ക് പ്രത്യേകം വേറെ ഒരു ഏരിയ വെക്കുക, പുരുഷന്മാർക്ക് വേറെ ഏരിയ വെക്കുക, എല്ലാവരും കൂടിക്കരയുന്ന രീതിയിലുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നിയന്ത്രണങ്ങളുള്ളിടത്തും നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ആളുകളുടെ മുമ്പിലൊക്കെ ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇഖ്തിലാത്തുർ റിജാലി വന്നിസാ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ സാധാരണ ഇതിൽ പല നാടുകളിലും നടന്നു വരുന്നതാണ്. മദ്രസകളിലൊക്കെ നമ്മളതാണല്ലോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. എല്ലായിടത്തും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ദീനീ വിജ്ഞാനങ്ങൾ പകർന്നു കൊടുക്കുന്നിടത്ത് തന്നെ അതിനെതിരെ വരുമ്പോൾ അത് മോശമാണ്, ശക്തമായ മോശമാണ്. അതുകൊണ്ടാണ് അത് പറയുന്നത്. മദ്രസകളിലൊക്കെ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകളോ സമ്മാനങ്ങളോ പരീക്ഷയിൽ ഫസ്റ്റ് കിട്ടിയതിന്റെ പേരിൽ സമ്മാനങ്ങളൊക്കെ നബിദിനത്തിനും മറ്റ് പരിപാടികൾക്കൊക്കെ പൊതുവേദിയിലേക്ക് വിളിച്ചിട്ട് കൊടുക്കും, സ്റ്റേജിലേക്കൊക്കെ. ഈ പെൺകുട്ടി ശരീരം മുഴുവൻ മറച്ചിട്ടുണ്ടാവും, ശരിയാണ്, ശരീരം മുഴുവൻ മറച്ചിട്ടായിരിക്കും വരിക. കയ്യൊറയും കാലുറയും മുഖമക്കനെയും പിന്നെ നിക്കാബും എല്ലാം ധരിച്ചിട്ടുണ്ടാവും. എങ്കിലും ഈ സ്റ്റേജിന്മേലുള്ളതൊക്കെ ഉസ്താദുമാരും കമ്മിറ്റിക്കാരും പുരുഷന്മാരും ആയിരിക്കും. സ്റ്റേജിന്റെ മുൻഭാഗത്തുള്ളതും ആണുങ്ങളായിരിക്കും. അവരുടെ ഇടയിലൂടെയാണ് ഈ പെൺകുട്ടി, ചെറിയ കുട്ടിയാണെങ്കിൽ കുഴപ്പമില്ല, കണ്ടാൽ ആശിക്കപ്പെടുന്ന പ്രായത്തിലേക്ക് എത്തിയ കുട്ടികൾ, പ്രായപൂർത്തിയായ കുട്ടികൾ, ഇവരൊക്കെ പുരുഷന്മാരുടെ ഇടയിലൂടെ വരുമ്പോൾ ഇഖ്തിലാത്തുർ റിജാലി വന്നിസാ എന്ന മറ്റൊരു പ്രശ്നം അവിടെ വരുന്നുണ്ട്. അവിടുത്തെ വെളിപ്പെടുത്തി എന്നുള്ള പ്രശ്നം വരുന്നില്ലെങ്കിലും അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. മദ്രസകളുടെ പേരിലാണെങ്കിൽ പോലും അത് ഉണ്ടാവാൻ പാടില്ല. അല്ലാഹു തആല ശറഅ് കൽപ്പിക്കുന്ന രീതിയിൽ തന്നെ അള്ളാഹും റസൂലും നമ്മുടെ ദീനും എന്താണോ കൽപ്പിക്കുന്നത് അത് അതുപോലെ നടപ്പാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.